മലയാളികൾ ആഗ്രഹിക്കുന്ന ചില സ്പിൻ ഓഫ് കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നന്ദഗോപാൽ മാരാർ. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് നരസിംഹം. ഇതിൽ നന്ദഗോപാൽ മാരാർ എന്ന കഥാപാത്രം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ചില്ലറയല്ല. ഇതിനു മുമ്പും ശേഷവും ഇതുപോലൊരു കാമിയോ അപ്പിയറൻസ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. നരിയുടെ ഒരു സ്പിൻ ഓഫ് ആഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. നന്ദഗോപാൽ മാരാർ വീണ്ടും വന്നാൽ അതൊരു തീപ്പൊരി തന്നെയായിരിക്കും. നോട്ടടിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, കമ്മട്ടം അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരിക്കും. നിരഞ്ജൻ. ഇന്ന് ഒത്തിരി പേർ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് സമ്മറിൻ ബദ്ലഹേമിന്റെ സെക്കൻഡ് പാർട്ട്. അതിനുള്ള ഒരേ ഒരു കാരണം ലാലേട്ടന്റെ ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ്. ആ ഒരു 5 മിനിറ്റ് കഥാപാത്രം അത്രത്തോളം ആഴത്തിലാണ് ജനങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയത്. നിരഞ്ജൻ എന്ന കഥാപാത്രത്തിന്റെ സ്പിൻ ഓഫ് ആഗ്രഹിക്കാത്തവർ വളരെ കുറച്ചുപേർ മാത്രമായിരിക്കും. എല്ലാം മറന്ന് അവർ നിങ്ങളെ മാത്രം സ്നേഹിക്കും. ഈ ഒരു മറയ്ക്കപ്പുറം വന്ന് നിങ്ങളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ എനിക്ക് കഴിയും. എന്നാൽ ഇതിനെല്ലാം പുറമെ ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തമിഴ് സ്പിൻ ഓഫ് ക്യാരക്ടറാണ് റോളക്സ്. LCUവിലെ മെയിൻ വില്ലൻ തന്നെ റോളക്സ് ആണ്. പിന്നെ എന്തിനാണ് റോളക്സിന് ഒരു സ്പിൻ ഓഫ് എന്ന് നിങ്ങൾ ചോദിക്കാം. എന്നാൽ LCUവിലെ നായകന്മാർക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ എന്നതിലുപരി റോളക്സിനെ മാത്രം വെച്ചുകൊണ്ട് ഒരു സ്പിൻ ഓഫ് ആഗ്രഹിക്കാത്തവർ ആരുണ്ട്?